ഇലക്ട്രോണുകൾ ആറ്റത്തിലുള്ള ന്യൂക്ലിയസിന് പുറത്തുള്ള സർക്കുലാർ ഷേപ്പിലുള്ള ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഷെല്ലുകളിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഷെല്ലിന്റെ സബ് ഡിവിഷൻസിന് നമ്മൾ പറയുന്നത് സബ് ഷെല്ലുകൾ എന്നാണ്, അല്ലെങ്കിൽ സബ് എനർജി ലെവൽസ്. ഈ സബ് ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും 4 സബ് ഷെല്ലുകളാണുള്ളത്. അതായത് എസ്, പി, പി, എഫ്. ഇങ്ങനെ എസ്, പി, ഡി, എഫ് എന്ന് പറഞ്ഞ് 4 സബ് ഷെല്ലുകളാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സബ് ഷെല്ലുകളിൽ ആണ് ഓർബിറ്റലുകൾ ഉള്ളത്. ഓരോ സബ് ഷെല്ലിലും ഉള്ള ഓർബിറ്റലുകളുടെ എണ്ണം വ്യത്യസ്തമാണ്. എസ് സബ് ഷെല്ലില് ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പി സബ് ഷെല്ലില് 3 ഓർബിറ്റലുകളുണ്ട്. ഡി സബ് ഷെല്ലില് 5 ഓർബിറ്റലും എഫ് സബ് ഷെല്ലില് 7 ഓർബിറ്റലും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എസ് സബ് ഷെല്ലില് ഒരു ഓർബിറ്റൽ ആണെങ്കിൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് എസ് സബ് ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. ഓക്കെ, പി സബ് ഷെല്ലില് 3 ഓർബിറ്റൽ ഉണ്ട്. 3 ഓർബിറ്റലില് ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോൺ, അങ്ങനെ 3 ഓർബിറ്റലിലും കൂടി 6 ഇലക്ട്രോൺ. അപ്പൊ പി സബ് ഷെല്ലില് മാക്സിമം ഓക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്. ഡി സബ് ഷെല്ലില് 5 ഓർബിറ്റൽ ഉണ്ട്. സോ ഡി സബ് ഷെല്ലിലെ മൊത്തം ഇലക്ട്രോൺ മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്. 10. എഫ് സബ് ഷെല്ലില് 7 ഓർബിറ്റലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം 14 ഇലക്ട്രോൺ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സബ് ഷെല്ലിനും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഷെല്ലുകൾക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ പോലെ സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഉണ്ട്. എസ് സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 0 ആണ് ഉപയോഗിക്കുന്നത്. എസ് സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ 0 എന്നുള്ള നമ്പർ ഉപയോഗിക്കുന്നു. പി സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ 1 എന്നുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഡി സബ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ 2, എഫിനെ റെപ്രസെന്റ് ചെയ്യാൻ 3. ഓക്കെ, സോ സബ് ഷെല്ലുകൾ എസ്, പി, ടി, എഫ്. എസ് സബ് ഷെല്ലിൽ മാക്സിമം ഓക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. പി സബ് ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോണ് 6. ഡി സബ് ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോണ്. എഫ് സബ് ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോൺ. അതുപോലെ തന്നെ എസ് സബ് ഷെല്ലിലുള്ള ഓർബിറ്റൽസിന്റെ എണ്ണം 1 ആണ്. പി സബ് ഷെല്ലിലെ ഓർബിറ്റൽസിന്റെ എണ്ണം 3 ആണ്. ഡി സബ് ഷെല്ലിലെ ഓർബിറ്റൽസിന്റെ എണ്ണം 5. എഫില് 7 ഓർബിറ്റൽസ് ആണുള്ളത്. ഓക്കെ, ദെൻ ജസ്റ്റ് എസ് പി ഡി എഫിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് നമുക്ക് പിന്നീട് അത് ആവശ്യമുണ്ട്. സോ എസിനെ റെപ്രസെന്റ് ചെയ്യാൻ 0, പി റെപ്രസെന്റ് ചെയ്യുന്നത് 1, ഡി 2, എഫ് 3. ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഓർബിറ്റൽസിന്റെ ഷേപ്പ് നോക്കാൻ പോവാണ്. ഷേപ്പ് നമുക്ക് ആദ്യം എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ, എസിന് നമുക്കറിയാം ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കാത്ത അറ്റോമിക് ഓർബിറ്റൽ ആണ് എസ്. സോ എസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണ്. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്ഫെറിക്കൽ അല്ലെങ്കിൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ് എസ് ഓർബിറ്റൽ എന്നാണ് പറയാം. എസ്, സോ ഇറ്റ് ഇസ് സ്ഫെറിക്കൽ ഷേപ്പ്. ദാറ്റ് ഈസ് ഒരു സ്ഫിയർ ആണ്. സ്ഫെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റലിന്. ഓക്കെ, ഇനി നമ്മള് പി ഓർബിറ്റൽസിന്റെ ഷേപ്പാണ് നോക്കുന്നത്. പി നമുക്കറിയാം 3 ഓർബിറ്റൽസ് ഉണ്ട് പിക്ക്. ദാറ്റ് ഈസ് പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡംബൽ ഷേപ്പാണ് പി ഓർബിറ്റലിന്. പി 3 ഓർബിറ്റൽസ് ഉണ്ട്. പി സബ് ഷെല്ലിന് 3 ഓർബിറ്റൽസ് ഉണ്ട്. സോ പി, പി എക്സ്, അതുപോലെ തന്നെ പി വൈ, പി സെഡ്, ഇങ്ങനെ 3 പി ഓർബിറ്റൽസ് ഉണ്ട്. നമുക്ക് ഓരോ പി ഓർബിറ്റൽസിന്റെ ഷേപ്പ് നോക്കാം. പി എക്സ്,
ഇത് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. പി എക്സിന്റെ ഷേപ്പ് വരുന്നത് ഡംബലിന്റെ ലോബ്സ് എക്സ് ആക്സിസിലേക്കായി. പി എക്സില് ഡംബലിന്റെ ലോബ്സ് എക്സ് ആക്സിസിലോട്ടാണ്. അതുപോലെ തന്നെ പി വൈ ആണെങ്കിൽ ഡംബലിന്റെ ലോബ്സ് വൈ ആക്സിസിൽ. പി സെഡില് അപ്പൊ ഇതാണ് പി എക്സ് ആണെങ്കിൽ ഡംബലിന്റെ ലോബ്സ് എക്സ് ആക്സിസിലാണ്, പി വൈയില് ഡംബലിന്റെ ലോബ്സ് വൈ ആക്സിസില്, പി സെഡില് ഡംബലിന്റെ ലോബ്സ് സെഡ് ആക്സിസില്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പ് പഠിക്കാനുള്ളത്. എസും പിയും. എസില് സ്ഫെറിക്കൽ ഷേപ്പാണ്, പിയില് ഡംബൽ ഷേപ്പാണ്. ഓക്കെ, അടുത്ത നമ്മളെ ടോപ്പിക് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇലക്ട്രോണിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും തരാൻ പറ്റുന്ന 4 നമ്പർ ആണ് ക്വാണ്ടം നമ്പർ. ഒരു 4 നമ്പർ അടങ്ങിയ ഒരു സെറ്റ്. ഇലക്ട്രോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും തരാൻ പറ്റുന്ന 4 നമ്പേഴ്സിന്റെ ഒരു സെറ്റിനാണ് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ്. ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് 4 numbers which gives all the information about an electron in an atom. ഒരു ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും തരാൻ പറ്റുന്ന 4 നമ്പർ അടങ്ങിയ ഒരു സെറ്റാണ് ക്വാണ്ടം നമ്പേഴ്സ്. എ സെറ്റ് ഓഫ് 4 numbers which gives all the information about an electron in an atom. Okay, that is ക്വാണ്ടം നമ്പേഴ്സ്. ഇതിൽ 4 നമ്പർ ഉണ്ട്. ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എൻ ആണ്. എൻ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്ന ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദി ഷെൽ. ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് ഇൻക്ലൂഡഡ്. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓർബിറ്റലിന്റെ എനർജി ഓഫ് ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ എനർജി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ട് സാധിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വരുന്നത് 1, 2, 3 എക്സെട്ര ഇൻഡിജേഴ്സ് ആയിരിക്കും. നമുക്കറിയാം ഷെല്ല് റെപ്രസെന്റ് ചെയ്യുന്നത് 1, 2, 3 എന്നുള്ള നമ്പറാണ്. അതേ നമ്പർ തന്നെയാണ് നമ്മളെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 1, 2, 3 എക്സെട്ര. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എൽ ആണ്, സ്മോൾ ലെറ്റർ എൽ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് സബ്ഷെല്ലിനാണ്. സബ്ഷെല്ല്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ഓർബിറ്റ്. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത്. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0 മുതൽ n-1 വരെ ആവാം. 0 മുതൽ n-1 വരെ. അതായത് നമ്മളിവിടെ എൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നിനെയാണ്. n എത്രയാണോ അതിനനുസരിച്ചിട്ട് എല്ലിന്റെ വാല്യൂ, അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എം ആണ്. എം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ ആണ്. സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ. സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതുപോലെ തന്നെ ഇതില് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ്
എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്പർ ഓഫ് ഓർബിറ്റൽസ് മനസ്സിലാക്കാൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എം വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൽ വാല്യൂവിനാണ്. എൽ വാല്യൂവിനാണ് എം വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എൽ അനുസരിച്ച്, അതായത് മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെയുള്ള ഏത് വാല്യൂ എമ്മിന് വരാം. അപ്പൊ എല്ലിനനുസരിച്ചിട്ട് എമ്മിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് എൽ വാല്യൂ, ഇറ്റ്സ് വാല്യൂസ് വാരീസ് ഫ്രം മൈനസ് എൽ ടു പ്ലസ് എൽ. നാലാമത്തെ ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എസ് തന്നെയാണ്, എസ്. അപ്പൊ എസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ സ്പിന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇലക്ട്രോൺ സ്പിന്ന് ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും. അതുകൊണ്ട് തന്നെ സ്പിൻ ക്വാണ്ടം നമ്പറിന് രണ്ട് വാല്യൂ വരാനേ ചാൻസ് ഉള്ളൂ. ഒന്നുകിൽ പ്ലസ് ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഹാഫ്. ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വാല്യൂ ആണ് സ്പിൻ ക്വാണ്ടം നമ്പറിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 4 നമ്പർ, എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ്, ദാറ്റ് ഈസ് എൻ, എൽ, എം, എസ്. ഈ 4 നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക. ക്വാണ്ടം നമ്പർ ഇസ് ദ അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ്, ഏത് പർട്ടിക്കുലർ ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളതെന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് എൻ. എൽ എന്ന് പറയുന്നത് ഇത് ഏത് സബ് ഷെല്ലാണ് അല്ലെങ്കിൽ ഏത് ഷേപ്പുള്ള ഓർബിറ്റിലാണ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എൽ ക്വാണ്ടം നമ്പർ. എം റെപ്രസെന്റ് ചെയ്യുന്നത് സബ് ഷെല്ലിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇത് എല്ലിനനുസരിച്ച് മാറും. അതുപോലെ തന്നെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന്റെ സ്പിന്ന് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇപ്പൊ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിന്റെ കുറച്ച് സെറ്റ് വരും. അത് പോസിബിൾ ആണോ അല്ലേന്ന് പരിശോധിക്കാൻ വേണ്ടി പറയും. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ, ഈ ഒരു സെറ്റ് 3, 1, 0 പ്ലസ് ഹാഫ്, ഈ ഒരു സെറ്റ് പോസിബിൾ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ 3 ആണ് അല്ലെ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്കറിയാം 1 ആവാം, 2 ആവാം, 3 ആവാം, ഏതും ആവാം. അതിന് പ്രത്യേകിച്ച് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. ഷെല്ലിന്റെ ഷെല്ല് എത്രാമത്തെ ഷെല്ലാണെന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. ഓക്കെ, അതിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനുള്ള പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാനൊന്നുമില്ല. ദെൻ രണ്ടാമത്തെ എൽ വാല്യൂ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കാം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. ഈ എൻ വാല്യൂ 3 ആയതുകൊണ്ട് തന്നെ എൽ വാല്യൂ നമുക്കറിയാം ഏതൊക്കെയാവാം, 0 to n-1 വരെ ആവാം. അതായത് ഒന്നുകിൽ 0 ആവാം, 1 ആവാം, 2 ആവാം. 0 ആവാം, 1 ആവാം, 2 ആവാം, അല്ലെ ഏതെങ്കിലും ഒന്നാവാം. ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ദെൻ മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇവിടെ 0 ആണ് തന്നിരിക്കുന്നത്. 0 വരാൻ പറ്റുമോ നോക്കാം. അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എൽ വാല്യൂ നോക്കിയിട്ടാണ്. എൽ വാല്യൂ ഇവിടെ 1 ആണ്. എൽ വാല്യൂ 1 ആണെങ്കിൽ നമുക്കറിയാം എമ്മിന്റെ വാല്യൂ മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെ ആവാം. അതായത് -1, 0, +1, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. ഇപ്പൊ ഇവിടെ 0 ആണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാനില്ല. അത് ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. ഇവിടെ പ്ലസ് ഹാഫ് ആണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ദിസ് സെറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ഇപ്പൊ വേറൊരു സെറ്റ് നോക്കാം. തന്നിരിക്കുന്നത് 2, 2, 1 പ്ലസ് ഹാഫ് അല്ലെ. ഇവിടെ എൻ വാല്യൂ 2 ആണ്. എൻ വാല്യൂല് നമ്മൾ 0 ആണെങ്കിലേ അത് പോസിബിൾ അല്ലാണ്ട് ഇരിക്കുള്ളൂ.
സീറോയിൽ മേലെയുള്ളതാണെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ചെക്ക് ചെയ്യാനല്ല. സോ 2. ദെൻ എൽ വാല്യൂ ഇവിടെ 2 ആണ് തന്നിരിക്കുന്നത്. n 2 ആയതുകൊണ്ട് എൽ വാല്യൂ ഏതൊക്കെ ആവാം? 0 to n-1 ആണ്. അതായത് 0 ആവാം, 1 ആവാം. n-1 ഇതിനേക്കാൾ ഒന്ന് കുറവുള്ള വാല്യൂ വരെ ആവാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ n വാല്യൂ എത്രയാണ്? എൽ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ ഇവിടെ എൽ വാല്യൂ 2 വരാൻ പാടില്ല. സോ ഈ സെറ്റ് പോസിബിൾ അല്ല. ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ. സോ അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് സെറ്റ് എഴുതി നോക്കാം, ഇതൊക്കെ പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് 5 സെറ്റ് ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ എന്താന്ന് വെച്ചാല് വിച്ച് ഇസ് നോട്ട് പോസിബിൾ, ഏതാണ് ഈ സെറ്റിൽ പോസിബിൾ അല്ലാത്തത്? വിച്ച് ഇസ് നോട്ട് പോസിബിൾ അന്ന് കണ്ടുപിടിക്കാം. ഈ 5 സെറ്റില് ഏത് സെറ്റാണ് പോസിബിൾ അല്ലാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ടത് ഇതൊന്ന് നോക്കാം, ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് പോസിബിൾ ആണോ അല്ലേന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്കറിയാം ഓരോ ഷെല്ലിലും ഓരോ ഓർബിറ്റലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ഉള്ളത് അല്ലേ? സോ ഒന്നാമത്തെ ഷെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒറ്റ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, എസ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലില് എസ് ഓർബിറ്റലും ഉണ്ട്, പി ഓർബിറ്റലും ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഷെല്ലില് എസും പിയും ഡിയും 3 ഓർബിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഷെല്ലില് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് ഓർബിറ്റലിനെ 1s ഓർബിറ്റൽ എന്നാണ് വിളിക്കുക, 1s ഓർബിറ്റൽ. രണ്ടാമത്തെ ഷെല്ലിലുള്ള എസിനെ 2s എന്നും, മൂന്നാമത്തെ ഷെല്ലിലുള്ള എസിനെ 3s എന്നും, നാലാമത്തെ ഷെല്ലിലുള്ള എസിനെ 4s എന്നും വിളിക്കും. ഓക്കെ. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഷെല്ലിലുള്ള പി ഓർബിറ്റലിനെ 2p ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ഷെല്ലിലുള്ള പി ഓർബിറ്റലിനെ 3p എന്നാണ് വിളിക്കുക. നാലാമത്തെ ഷെല്ലിലുള്ള പിയെ 3p എന്ന് വിളിക്കും. ഓക്കെ. മൂന്നാമത്തെ ഷെല്ലിലെ ഡി ആയതുകൊണ്ട് ഇത് 3d എന്നും, നാലാമത്തെ ഷെല്ലിലെ ഡി ആയതുകൊണ്ട് ഇത് 4d. അതുപോലെ തന്നെ 4f. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ഓരോ ഓർബിറ്റലിനെയും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഓർബിറ്റൽസ് ഒക്കെ ഓരോ ഷെല്ലിലുള്ളതായതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജിയും വ്യത്യാസം ഉണ്ടാവും. അതായത് 1sന്റെ എനർജി ആയിരിക്കില്ല 2sന് ഉണ്ടാവുക, 2sനുള്ള എനർജി ആയിരിക്കില്ല 2pക്ക് ഉണ്ടാവുക, 2pക്കുള്ള എനർജി അല്ല 3sന്, 3p, 3d. ഓരോ ഓർബിറ്റലിന്റെയും എനർജി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ എനർജി വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എനർജി ഏതിലാണ് കൂടുതൽ, ഏത് ഓർബിറ്റലിനാണ് കുറവ് എന്നൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ n+l വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. n+l വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് n+l റൂൾ. ഓക്കെ. അപ്പൊ 1sന്റെ n+l വാല്യൂ എത്രയാണെന്ന് നോക്കാം. 1sന്റെ n 1 ആണ്, ഷെല്ലിന്റെ എണ്ണാണ് നമുക്കറിയാം, n 1 ആണ്. അതുപോലെ തന്നെ എസ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആണെന്ന് നമ്മൾ മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ 1+0, ഇതിന്റെ n+l വാല്യൂ 1 ആണ്. ഓക്കെ. 1sന്റെ n+l വാല്യൂ 1 ആണ്. ഇനി 2s ആണെങ്കിൽ 2sന്റെ n+l വാല്യൂ, n വാല്യൂ 2 ആണ്, s ആയതുകൊണ്ട് l വാല്യൂ 0, ദാറ്റ് ഈസ് 2. നമുക്ക് 2p നോക്കാം. 2pയുടെ n+l വാല്യൂ 2p n വാല്യൂ 2 ആണ്, p ആയതുകൊണ്ട് pയുടെ l വാല്യൂ 1. സോ ഇറ്റ്സ് n+l വാല്യൂ ഈസ് 3. സോ 1sന് ആണ് എനർജി ഏറ്റവും കുറവ്,
1sനേക്കാളും എനർജി കൂടുതലാണ് 2sന്. 2sനേക്കാളും എനർജി കൂടുതൽ 2pക്കാണ്. 2pക്കേക്കാളും എനർജി 3sനാണ്. 3sനേക്കാളും എനർജി 3p ഓർബിറ്റലിനാണ്. 3p കഴിഞ്ഞാൽ 3d 4s ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 3dക്കാണോ 4sനാണോ എനർജി കൂടുതൽ നോക്കാം. 3dയുടെ n+l വാല്യൂ 3dയുടെ n+l വാല്യൂ 3 പ്ലസ് ഡിയുടെ വാല്യൂ ഡിയുടെ എൽ വാല്യൂ വരുന്നത് 2 ആണ്. സോ 3 + 2 5 വരും. 4s ആണെങ്കിലോ 4sന്റെ n+l വാല്യൂ 4 പ്ലസ് s ആയതുകൊണ്ട് എൽ വാല്യൂ 0, ദാറ്റ് ഈസ് 4 + 0 4 വരും. സോ 3dയേക്കാളും എനർജി കൂടുതൽ 4sനാണ്. അപ്പൊ നമുക്ക് 4s ഇവിടെ വരും. സോ ഇങ്ങനെ എനർജി ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ ആറ്റോമിക് ഓർബിറ്റലിന്റെ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ ചെക്ക് ചെയ്താൽ മതി, n+l വാല്യൂ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ഒക്കെ എഴുതാം. സോ നമുക്ക് കുറച്ച് അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി നോക്കാം. അത് 3p 4d 5f 5s 6. ഈ അറ്റോമിക് ഓർബിറ്റലുകളെ അതിന്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി വെക്കാം. ഓക്കെ, 3p 4d 5f 5s 6s 6p 4f. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ഓർബിറ്റലിന്റെയും എനർജി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ഓർബിറ്റലുകളെ അവരുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ.